അപ്പൊ ജോബി, നമ്മള് ആക്സിലറേഷനെ പറ്റിയിട്ട് പറ്റിയിട്ടാണ് ഇപ്പൊ സംസാരിക്കാൻ പോണത്. നമ്മൾ വെലോസിറ്റിനെ പറ്റി കുറെ സംസാരിച്ചു അല്ലേ? ആവറേജ് വെലോസിറ്റി നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്തത്? നമ്മൾ ആവറേജ് വെലോസിറ്റി ഡിഫൈൻ ചെയ്തത് വി ആവറേജ് is equal to rate of displacement delta x by delta t. Change in position by the time taken. Change in position, change in position എടുത്ത ടൈം ഇന്റർവെൽ ആണ് ഡെൽറ്റ ടി. ഓക്കെ, അപ്പൊ ഇതേമാതിരി നമ്മൾ ഒരു ആവറേജ് ആക്സിലറേഷൻ ഡിഫൈൻ ചെയ്യാൻ പോണം. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. ഓക്കെ, അപ്പോ ഇതാണ് ഇവിടെ വി ആവറേജ് ഡിഫൈൻ ചെയ്ത മാതിരി എ ആവറേജിന്റെ ഡെഫിനിഷൻ. എ ആവറേജ്, അതായത് ആക്സിലറേഷന്റെ ആവറേജ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ദി ടൈം ഇന്റർവെൽ. ഈ ചേഞ്ച് ഇൻ വെലോസിറ്റിനെ എടുത്ത ടൈം ഇന്റർവെൽ ആണ് ഡെൽറ്റ ടി. ഓക്കെ, അപ്പോ നമ്മൾ ഇവിടെ പറഞ്ഞ മാതിരി എന്തുകൊണ്ടാണ് നമ്മളൊരു ആവറേജ് വെലോസിറ്റിനെ പറ്റി സംസാരിക്കേണ്ടി വരുന്നത്? കാരണം ഒട്ടുമിക്കവാറും സിറ്റുവേഷനിൽ ആക്സിലറേഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ ആക്സിലറേഷൻ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ മോഷന് ഇന്നൊരു ആക്സിലറേഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമുക്ക് ഒരു ആവറേജ് ആക്സിലറേഷനെ പറ്റി പറയേണ്ടി വരുന്നത്. ഇവിടെ അതന്നെയായിരുന്നു കാരണം അല്ലെ? നമുക്ക് എല്ലാ മോഷനും ഒരേ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആണെന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒട്ടുമിക്കവാറും സിറ്റുവേഷനിൽ ഒരു ആവറേജ് വെലോസിറ്റിനെ പറ്റിയിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ആവറേജ് വെലോസിറ്റിന്റെ ഡെഫിനിഷൻ കൊണ്ടുവരുന്നത്. ഇവിടെയും അതുമാതിരി. ഇനി ഇവിടെ പറഞ്ഞ മാതിരി എന്താ പറയാ, ഈ ആവറേജ് വെലോസിറ്റി നമ്മൾ പറഞ്ഞു ഒരു വെക്ടർ ആണെന്ന് പറഞ്ഞു. നമ്മളിപ്പോ റെക്ടിലിയൻ മോഷനാണ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കാരണം നമ്മൾ വെക്ടർ നൊട്ടേഷൻ ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. പക്ഷേ അത് കാരണം എന്ന് പറഞ്ഞാൽ റെക്ടിലിയൻ മോഷനിൽ നമ്മുടെ പൊസിഷൻ വെക്ടർ ആണെങ്കിലും കൂടി രണ്ട് ഡയറക്ഷൻസേ ഉള്ളൂ, പോസിറ്റീവ് നെഗറ്റീവ്, ഇല്ലെങ്കിൽ റൈറ്റ് ലെഫ്റ്റ്, ഇല്ലെങ്കിൽ അപ്പ് ഡൗൺ, അങ്ങനെ രണ്ട് ഡയറക്ഷൻസേ ഉള്ളൂ. അപ്പോ പൊസിഷൻ ഒരു വെക്ടറാണ്, ചേഞ്ച് ഇൻ പൊസിഷൻ വെക്ടറാണ്. അങ്ങനെ ഒരു ചേഞ്ച് ഇൻ പൊസിഷൻ, അതായത് ഒരു വെക്ടറിനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞാണ്. അതായത് ഇവിടെ നമ്പർ എന്ന് പറഞ്ഞാൽ 1/Δt. ഈ ഡെൽറ്റ എക്സിനെ 1/Δt കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ ഒരു വെക്ടറിനെ, ഇവിടെ ഏതാ വെക്ടർ? ഡെൽറ്റ എക്സ് ആണ് വെക്ടർ. എക്സും വെക്ടറാണ്, ഡെൽറ്റ എക്സും വെക്ടറാണ്. അതായത് പൊസിഷൻ വെക്ടറാണ്, ചേഞ്ച് ഇൻ പൊസിഷൻ വെക്ടറാണ്. അങ്ങനത്തെ ഒരു വെക്ടറിനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതും ഒരു വെക്ടർ ആയിരിക്കും. അത് നമ്മൾ വെക്ടേഴ്സിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ കൂടുതൽ പഠിക്കും. അപ്പൊ ഇവിടെ അതുമാതിരി തന്നെ ഇവിടെ വെലോസിറ്റി വെക്ടറാണ്, ചേഞ്ച് ഇൻ വെലോസിറ്റിയും വെക്ടറാണ്. അതുകൊണ്ട് ഈ ഒരു ഡെൽറ്റ വി എന്ന് പറഞ്ഞ വെക്ടറിനെ ഒരു 1/Δt എന്ന് പറഞ്ഞ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതും ഒരു വെക്ടറായിട്ട് തന്നെ കിട്ടും. അപ്പൊ അതുകൊണ്ട് ഈ എ ആവറേജ് എന്ന് പറയുന്നത് ഒരു വെക്ടറാണ്. അതിനൊരു മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഒരു ഡയറക്ഷനും ഉണ്ട്. ഓക്കെ, വെറും മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല, ഒരു ഡയറക്ഷനും കൂടിയുണ്ട്. ഓക്കെ, അപ്പോ acceleration is also a vector, just like displacement and velocity. Okay, appo velocity is a vector, acceleration is a vector, displacement is a vector, position is a vector. Okay, appo അല്ല ജിതിൻ, ആരാണ് ഇതിന്റെയൊക്കെ ഡെഫിനേഷൻ കൊണ്ടുവന്നത്? ഇതിന്റെ ഡെഫിനേഷനൊക്കെ കൊണ്ടുവന്നത് ഗലീലിയനുമായിട്ടുള്ള ആൾക്കാരാണ്, ഗലീലിയനുമായിട്ടുള്ള സയന്റിസ്റ്റ് ആണ്. ഇതൊക്കെ പെട്ടെന്ന് ഒരു ദിവസം വന്നാണെന്ന് വിചാരിക്കണ്ട കേട്ടോ. ഫോർ എക്സാമ്പിൾ, ഈ ആക്സിലറേഷന് ഇതേമാതിരി ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്ന് ഡിഫൈൻ ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ഡിഫൈൻ ചെയ്താലോ എന്ന് ആലോചിച്ചു. ഇങ്ങനെ അറിയോ? ഡെൽറ്റ വി ബൈ ഡെൽറ്റ എക്സ്, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു പൊസിഷൻ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു പൊസിഷൻ ഓർ ഡിസ്റ്റൻസ്, ഇങ്ങനെ ഡിഫൈൻ ചെയ്താലോ എന്നൊക്കെ ആൾക്കാർ ആലോചിച്ചു. ഇവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. പക്ഷെ ഇത് ഇങ്ങനെ ചെയ്തിട്ട് നോക്കിയപ്പോഴുണ്ടല്ലോ, ഇത് അത്ര യൂസ്ഫുൾ ആയിട്ട് അവർക്ക് കിട്ടിയില്ല. ഓക്കെ, സോ ദിസ് വാസ് നോട്ട് യൂസ്ഫുൾ എന്ന് പറഞ്ഞാല് നമ്മൾ ഇതൊക്കെ എന്തിനാ ചെയ്യണത് ജോബി? നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ പറയുക, നമ്മള് നേച്ചറിന്റെ ഒരു മോഡൽ ഉണ്ടാക്കുകയാണ്. നമ്മൾ നേച്ചറിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുകയാണ് അല്ലെ? നേച്ചറിലത്തെ എക്സ്പെരിമെന്റ്സ്, നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഫിസിക്സ് എക്സ്പെരിമെന്റ്സിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുകയാണ്. ഉദാഹരണത്തിന്, ഇപ്പൊ നമ്മുടെ ഒരു പാർട്ടിക്കിള് ഒരു സമയത്ത്
ഒരു പൊസിഷനിലാണെന്ന് വെക്കുക. കുറെ സമയം കഴിഞ്ഞാൽ ആ പാർട്ടിക്കിൾ എവിടെയാണെന്ന് നമുക്ക് പറയാൻ പറ്റണം. നമ്മുടെ ഈ കോൺസെപ്റ്റ്സും നമ്മുടെ തിയറിയൊക്കെ ഉപയോഗിച്ചിട്ട്, നമ്മുടെ മോഡലൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റണം. നമ്മുടെ മാത്തമാറ്റിക്കൽ മോഡൽ ഉപയോഗിച്ചിട്ട് ഈ പാർട്ടിക്കിൾ ഇന്ന സമയത്ത് ഇന്ന പൊസിഷനിലാണെങ്കിൽ വേറെ സമയം കുറെ കഴിഞ്ഞാൽ അത് എവിടെയായിരിക്കും നമുക്ക് പറയാൻ പറ്റണം. ഈ ഗലീലിയോനെ മറ്റുള്ള ആൾക്കാരൊക്കെ അതായിരുന്നു അവരുടെ ഉദ്ദേശം. അവര് നോക്കണത് പ്ലാനറ്റ്സിനെയും സ്റ്റാർസിനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു പ്ലാനറ്റോ ഒരു സ്റ്റാറോ ഇന്ന സമയത്ത് ഇന്ന പൊസിഷനിലാണെങ്കിൽ കുറെ സമയം കഴിയുമ്പോൾ ആ പ്ലാനറ്റോ സ്റ്റാറോ എവിടെയായിരിക്കും എന്നൊക്കെ അവർക്ക് അറിയേണ്ടിയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അവർ ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് ഈ കോൺസെപ്റ്റ്സ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതിന് ഈ ഒരു ഡെൽറ്റ വി ബൈ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് അത്ര യൂസ്ഫുൾ അല്ല എന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ട് തീരുമാനിച്ച കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ടാണ് അവസാനം നമുക്ക് ആവറേജ് ആക്സലറേഷനെ ഇങ്ങനെ ഒരു ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്ന് വെച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാമെന്ന് അവര് കണ്ടുപിടിച്ചു. അപ്പൊ ഇത് യൂസ്ഫുൾ ആയിരുന്നു. ഇത് വെച്ചിട്ട് അവർക്ക് വേറെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ ഇതേമാതിരി ഇത് വെച്ചിട്ട് അവർക്ക് ഒരു പാർട്ടിക്കിളിന്റെ ഒരു പ്ലാനറ്റിന്റെ ഇക്വേഷൻ ഓഫ് മോഷൻ ഒക്കെ അവർക്ക് കിട്ടാൻ വഴിയുണ്ടായിരുന്നു. അപ്പോ നമ്മൾ ഈ വെലോസിറ്റിന്റെ കാര്യത്തില് നമ്മൾ കുറെ ഗ്രാഫൊക്കെ വരച്ചു ഇല്ലേ? അപ്പോ ഈ ആവറേജ് വെലോസിറ്റിനെ നമ്മൾ ഗ്രാഫിക്കലായിട്ട് എന്താണ് നമ്മൾ ഗ്രാഫിക്കലായിട്ട് ഒരു ആവറേജ് വെലോസിറ്റിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്നാണ് നമ്മൾ പഠിച്ചത് ജോബി? ആവറേജ് വെലോസിറ്റിനെ ഒരു എക്സ് വേഴ്സസ് ടി ഗ്രാഫിൽ ഒരു കോഡായിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു. അതെ, അപ്പോൾ ഞാനത് അത് അവിടെ ചെയ്തമാതിരി, അതായത് അവിടെ ഒരു ആവറേജ് വെലോസിറ്റിനെ ഒരു എക്സ് വേഴ്സസ് ടി ഗ്രാഫില് കോഡിന്റെ സ്ലോപ്പ് ആയിട്ട് റെപ്രസെന്റ് ചെയ്ത മാതിരി ഇവിടെയും നമുക്കൊരു ആവറേജ് വെലോസിറ്റിനെ ഇതേമാതിരി വെലോസിറ്റി വേഴ്സസ് ടൈം ഗ്രാഫില് കോഡായിട്ട് റെപ്രസെന്റ് ചെയ്യാം. അവിടെ വെലോസിറ്റിനെ പറ്റി സംസാരിക്കാൻ നമ്മൾ എക്സ് വേഴ്സസ് ടി ഗ്രാഫാണ് വരച്ചത്. ഇവിടെ ആക്സലറേഷനെ പറ്റി സംസാരിക്കാൻ നമ്മൾ വെലോസിറ്റി വേഴ്സസ് ടൈം ഗ്രാഫാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതപ്പോ ഒരു ടൈം ഇന്റർവെൽ ഉണ്ടെന്ന് വെക്കാം. അതായത് ടൈം 1 ടൈം 4 തമ്മിലുള്ള ആവറേജ് ആക്സലറേഷനെ പറ്റിയാണ് സംസാരിക്കണമെന്ന് വെക്കുക. അപ്പോൾ ആ ആവറേജ് ആക്സലറേഷനെ ഗ്രാഫിക്കലായിട്ട് നമുക്ക് ഈ പോയിന്റും തമ്മിൽ വരയ്ക്കണ കോഡിന്റെ സ്ലോപ്പ് ആയിട്ട് നമുക്ക് ഈ ആവറേജ് ആക്സലറേഷനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇത് തന്നെ കണ്ടാൽ മനസ്സിലാവും. അപ്പോ ഫോർ എക്സാമ്പിൾ ഇതിന്റെ ഈ ഒരു കോഡിന്റെ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കുക? ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. ഇവിടെ ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വി ആണ്, കാരണം നമ്മുടെ വൈ ആക്സിസ് വി ആണ്. ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ഇവിടെ ഡെൽറ്റ ടി ആണ്, കാരണം നമ്മുടെ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ഇവിടെ ടി ആണ്. അപ്പോ ഇവിടെ ഇതാണ് ഡെൽറ്റ വി. അതേമാതിരി ഇതാണ് ഡെൽറ്റ ടി. അപ്പോ എ ആവറേജ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് കോഡ് ഓഫ് വി വേഴ്സസ് ടി ഗ്രാഫ്. എക്സ് വേഴ്സസ് ടി ഗ്രാഫ് അല്ല കേട്ടോ, വി വേഴ്സസ് ടി ഗ്രാഫിലെ കോഡായിട്ടാണ് ആ കോഡ് വി വേഴ്സസ് ടി ഗ്രാഫിന്റെ കോഡിന്റെ സ്ലോപ്പ് ആയിട്ടാണ് നമുക്ക് ആവറേജ് ആക്സിലറേഷനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് ദിസ് ഇസ് ഈക്വൽ ടു സ്ലോപ്പ് എപ്പോഴും കണ്ടുപിടിക്കണം എങ്ങനെ? ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്നല്ലേ? അതായത് ഇവിടെ ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്നല്ലേ? അത് തന്നെയാണ് ഇവിടെയും കാണിക്കുന്നത്, ഇവിടെയും അത് തന്നെയാണ് എഴുതിയിരിക്കുന്നത് അല്ലെ? ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. ഇനി നമ്മള് ആവറേജ് ആക്സലറേഷൻ വെച്ചിട്ട് തുടങ്ങിയിട്ട് നമ്മൾ ആവറേജ് വെലോസിറ്റിനെ വെച്ചിട്ട് തുടങ്ങിയിട്ട് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിനെ പറ്റി പറഞ്ഞു. എന്തായിരുന്നു ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി വി ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ടി ഗോയിങ് ടു 0 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. ഇതിനെയാണ് നമ്മൾ ഒരു പുതിയ നൊട്ടേഷനിൽ ഡി ബൈ ഡി ടി ഓഫ് എക്സ് എന്ന് പറയുന്നത്. അതായത് ഡി എക്സ് ബൈ ഡി ടി എന്ന്. ഡി ബൈ ഡി ടി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, ടൈം വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ
നമുക്ക് വേറൊരു ഫംഗ്ഷൻ കിട്ടും. ആ ഫംഗ്ഷനെ നമ്മൾ v(t) എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോ എക്സ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടി എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് v ആസ് എ ഫംഗ്ഷൻ ഓഫ് ടി എന്നൊരു ഫംഗ്ഷൻ കിട്ടും. എങ്ങനെ? ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതേമാതിരി ഇവിടെ നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്താ പറയുക, ആവറേജ് വെലോസിറ്റിന്റെ ഒരു ആവറേജ് വെലോസിറ്റിന്റെ ലിമിറ്റ് വെച്ചിട്ട് ഡിഫൈൻ ചെയ്ത മാതിരി ഇവിടെയും നമുക്കൊരു ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ ഇതിന്റെ ഒരു ലിമിറ്റ് വെച്ചിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ അതാണ് ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ. ഓക്കെ, അപ്പോ ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ ഈസ് ആക്സലറേഷൻ അറ്റ് എൻ ഇൻസ്റ്റന്റ് ഓഫ് ടൈം. നമ്മൾ പറഞ്ഞല്ലോ വെലോസിറ്റി, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെലോസിറ്റി അറ്റ് എൻ ഇൻസ്റ്റന്റ് ഓഫ് ടൈം. നമ്മൾ അതിനൊരു എന്താ പറയുക, എങ്ങനെയാ അത് മെഷർ ചെയ്യാന്ന് നമ്മൾ പറഞ്ഞു. ഒരു കാറിൽ പോകണമെങ്കിൽ നമ്മൾ ഒരു സമയത്തിലത്തെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി വേണമെങ്കിൽ നമ്മൾ ആ സമയത്ത് സ്പീഡോമീറ്ററിൽ നോക്കണം. ആ സ്പീഡോമീറ്ററിൽ കാണുന്ന വാല്യൂ ആണ് ആ സമയത്തിലത്തെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഇവിടെ നമ്മുടെ സാധാരണ മിക്ക കാറിലും സ്പീഡോമീറ്റർ ഉള്ള മാതിരി ആക്സിലറോമീറ്റർ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ആക്സിലറേഷൻ മെഷർ ചെയ്യുന്ന സാധനം ആക്സിലറോമീറ്റർ എന്നാണ് പറയുക. ആക്സിലറോമീറ്റർ. സാധാരണ കാറിലൊന്നും ആക്സിലറോമീറ്റേഴ്സ് ഉണ്ടാവില്ല, പക്ഷേ ആക്സിലറോമീറ്റേഴ്സ് ഉള്ള കാറുകൾ ഉണ്ട് കേട്ടോ. ഫോർ എക്സാമ്പിൾ ചില ഹോണ്ട സിറ്റിയുടെ മോഡൽസിൽ ആക്സിലറോമീറ്റേഴ്സ് ഉണ്ട്, പിന്നെ മഹീന്ദ്രയുടെ ചില മോഡൽസിൽ ആക്സിലറോമീറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോ ഇതിനെയൊക്കെ അവര് അങ്ങനത്തെ കാറില് ഇങ്ങനത്തെ ആക്സിലറോമീറ്റേഴ്സിനെ അവരെന്താ വിളിക്കുക അറിയോ? ജി ഫോഴ്സ് മീറ്റർ എന്നോ മീറ്റർ ഇല്ലെങ്കിൽ ജി മീറ്റർ എന്നാണ് വിളിക്കുക. എന്താ കാരണം? നമ്മുടെ ഭൂമിയിലെ ഒരു ആക്സലറേഷൻ എപ്പോഴും ഉണ്ട്. എന്താ അറിയോ? ആക്സലറേഷൻ ടു ഗ്രാവിറ്റി ഇല്ലേ? നമ്മുടെ ഭൂമിയിൽ എപ്പോഴും ഉള്ള ഒരു ആക്സലറേഷൻ ആണ് ആക്സലറേഷൻ ടു ഗ്രാവിറ്റി. നമ്മുടെ ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ഒരു ആക്സലറേഷൻ ആണ് ആക്സലറേഷൻ ടു ഗ്രാവിറ്റി. അപ്പോ അതിനെ വെച്ചിട്ടാണ് അവർ ഈ ആക്സിലറോമീറ്ററിൽ ആക്സലറേഷൻ മെഷർ ചെയ്യുന്നത്. ഒരു ജിന്റെ യൂണിറ്റ് ഉപയോഗിച്ചിട്ട്, അതായത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ് അവര് ഇതേമാതിരി ആക്സിലറോമീറ്റേഴ്സിൽ ആക്സലറേഷൻ മെഷർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ജി ഫോഴ്സ് മീറ്റർ എന്നോ ജി മീറ്റർ എന്നോ ഒക്കെ പറയുന്നത്. കാരണം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിമ്പിളാണ് ജി. ഓക്കെ, ഇനി നമുക്ക് തന്നെ ഒരു ചെറിയൊരു ആക്സിലറോമീറ്റർ ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. ഫോർ എക്സാമ്പിൾ ഇതിപ്പോ നമ്മുടെ കാറിന്റെ റൂഫിൽ ഇതിപ്പോ കാറിന്റെ റൂഫ് ഇതാണെന്ന് വെക്കാം. ആ കാറിന്റെ റൂഫിൽ നമ്മളിപ്പോ ഒരു പെൻഡിലും കെട്ടി തൂക്കണം വെക്കാം കേട്ടോ. കാർ ഇങ്ങനെ ഫോർവേഡ് ഈ ഡയറക്ഷനിൽ ആക്സിലറേറ്റ് ചെയ്യുമ്പോഴുണ്ടല്ലോ, ഇപ്പൊ നമുക്കറിയാം നമ്മൾ കാറിലിരിക്കുകയാണെങ്കിൽ കാർ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പിന്നാലേക്ക് പോകും ഇല്ലേ? നമ്മളെ ആരോ ഉന്തിയ മാതിരി നമ്മൾ പിന്നാലേക്ക് പോകും. അപ്പൊ അതേമാതിരി ഈ പെൻഡിലും കാർ ഫ്രണ്ടിലേക്ക് ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ ഇതിനെ കാറിന്റെ റൂഫിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കണം വെക്കാം. ഈ പെൻഡിലും ഇതുമാതിരി പിന്നാലേക്ക് ഇങ്ങനെ പോകും. അപ്പൊ ഈ ആംഗിൾ വെച്ചിട്ട് നമുക്ക് ഒരു ആക്സിലറേഷന്റെ ഒരു വാല്യൂ നമുക്ക് മെഷർ ചെയ്തെടുക്കാം. അതായത് ഈ ആംഗിൾ തീറ്റ ആണെന്ന് വെക്കാം. ഈ തീറ്റ ആക്സിലറേഷൻ കൂടുകയാണെങ്കിൽ ഈ തീറ്റയും കൂടും. ഈ പെൻഡിലും കുറച്ചും കൂടെ പിന്നാലേക്ക് പോകും. പിന്നെ കാർ പിന്നാലേക്ക് പോവുകയാണെങ്കിൽ ഈ പെൻഡിലും ഫ്രണ്ടിലേക്ക് പോകും. അല്ല, പിന്നാലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ പിന്നാലേക്ക് ആക്സിലറേറ്റ് ചെയ്യണമെങ്കിൽ കേട്ടോ. കോൺസ്റ്റന്റ് സ്പീഡിൽ പോകുമ്പോൾ ഈ പെൻഡിലും നേരെ തന്നെ കിടക്കുള്ളൂ. പെൻഡിലും ബാക്കിലേക്കോ ഫ്രണ്ടിലേക്കോ പോകണമെങ്കിൽ അത് ആക്സിലറേറ്റ് ചെയ്യണം. കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ അത് നേരെ കിടക്കുള്ളൂ. കാർ ഫ്രണ്ടിലേക്കോ ബാക്കിലേക്കോ ആക്സിലറേറ്റ് ചെയ്യണമെങ്കിൽ മാത്രമേ ഈ പെൻഡിലും പിന്നാലേക്ക് സ്വിങ് ചെയ്യുള്ളൂ. കാരണം നമുക്കറിയാം, നമ്മൾ ഒരു കാറിലിരിക്കുമ്പോൾ അത് ആക്സിലറേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ പിന്നാലേക്ക് ഉന്തണ ഫോഴ്സ് വരിക. അല്ലെങ്കിൽ കാർ ഇങ്ങനെ പെട്ടെന്ന് ബ്രേക്ക് അടിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മേലെ ഫ്രണ്ടിലേക്ക് ഉന്തണ ഒരു ഫോഴ്സ് വരും ഇല്ലേ? അപ്പൊ ആ സമയത്താണ് ഈ പെൻഡിലും ബാക്കിലേക്കോ ഫ്രണ്ടിലേക്കോ പോവുക. അപ്പൊ ഈ ആംഗിൾ വെച്ചിട്ട് നമുക്കൊരു ആക്സലറേഷന്റെ കാറിന്റെ ആക്സലറേഷന്റെ ഒരു മെഷർ നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഇനിയിപ്പോ നമ്മുടെ ഇപ്പോഴത്തെ സ്മാർട്ട് ഫോൺസിലൊക്കെ സെൻസേഴ്സ് ഉണ്ട് അല്ലെ? ആക്സലറേഷൻ ഒക്കെ മെഷർ ചെയ്യുന്ന സെൻസേഴ്സ് ഉണ്ട്. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ആക്സലറേഷൻ മെഷർ ചെയ്യാം. അങ്ങനത്തെ ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, സെൻസേഴ്സ് എപ്പോഴും ഉണ്ടാവും. മിക്ക സ്മാർട്ട് ഫോൺസിലും സെൻസേഴ്സ് ഉണ്ടാവും. പക്ഷെ ആ സെൻസേഴ്സിന്റെ റീഡിങ്സ് ഒക്കെ ഡിസൈഫർ ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കണ മാതിരിയുള്ള വാല്യൂസ് ഒക്കെ കാണിക്കാൻ ആപ്പ് വേണം അല്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾക്ക് വേണമെങ്കിൽ ആ ആപ്പ് ഓൺ ചെയ്തിട്ട് നമ്മുടെ സ്മാർട്ട് ഫോണിനെ നമ്മുടെ കാറിന്റെ ഡാഷ്ബോർഡിൽ ടേപ്പ് ചെയ്ത് വെക്കാം. എന്നിട്ട് കാർ ഫ്രണ്ടിലേക്ക് ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ ആ ആക്സിലറേഷൻ നമ്മുടെ സ്മാർട്ട് ഫോണിൽ കാണും. ഇല്ലെങ്കിൽ നമ്മുടെ മോട്ടോർ സൈക്കിളിന്റെ പെട്രോൾ ടാങ്കിൽ ടേപ്പ് ചെയ്ത് വെച്ചാൽ
നമുക്ക് മോട്ടോർ സൈക്കിൾ ഫ്രണ്ടിലേക്ക് ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ആപ്പ് ഉപയോഗിച്ചിട്ട് ആ മോട്ടോർ സൈക്കിളിൻ്റെ ആക്സിലറേഷൻ മെഷർ ചെയ്യാം. ഞാനിത് ചെയ്ത് നോക്കാൻ പോവാണ്. അതൊക്കെ ചെയ്ത് നോക്കിയുള്ളൂ ജോബി, പക്ഷേ ഫോൺ താഴെ വീണിട്ട് തൊലച്ചാൽ എന്നെ പറയണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ പക്ഷേ സാധാരണ കാറിലും മോട്ടോർ സൈക്കിളിലൊന്നും ആക്സിലറോമീറ്റേഴ്സ് ഉണ്ടാവില്ല. പക്ഷേ അങ്ങനെ ആക്സിലറോമീറ്റേഴ്സ് നമുക്ക് തന്നെ ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോൺസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ആക്സിലറേഷൻ മെഷർ ചെയ്യാം. അപ്പോൾ ആ മെഷർ ചെയ്യുന്ന ആക്സിലറേഷൻ ഇവിടെ സ്പീഡോമീറ്ററിൽ മെഷർ ചെയ്യുന്ന ഇൻസ്റ്റന്റനിയസ് വെലോസിറ്റി മാതിരി ആ ആക്സിലറോമീറ്ററിൽ മെഷർ ചെയ്യുന്നത് ഇൻസ്റ്റന്റനിയസ് ആക്സിലറേഷൻ ആണ്. ഇനി ഇതേമാതിരി നമ്മൾ വെലോസിറ്റിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്തല്ലോ, ഇൻസ്റ്റന്റനിയസ് വെലോസിറ്റി ഈസ് ഇക്വൽ ടു dx/dt എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തല്ലോ. അതേമാതിരി ഇവിടെയും ഇൻസ്റ്റന്റനിയസ് ആക്സിലറേഷനെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. A is equal to dv/dt. ഇതെന്താണത്? A ആവറേജ് is equal to delta v by delta t എന്നല്ലേ. അപ്പോ ഈ dv/dt എന്ന് പറയുന്നത് this is equal to ഇവിടെ പറഞ്ഞിരിക്കുന്ന മാതിരി ലിമിറ്റ് ഡെൽറ്റ ടി ഗോയിങ് ടു 0 ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. ഈ ലിമിറ്റ് ഡെൽറ്റ ടി ഗോയിങ് ടു 0 ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടിനെയാണ് നമ്മൾ dv/dt എന്ന് പുതിയൊരു നൊട്ടേഷനിൽ നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, സി അവിടെ പറഞ്ഞ മാതിരി മാത്രമല്ല, നമ്മൾ ഡിഫറൻസിയേഷന്റെ വീഡിയോസിൽ പറഞ്ഞ മാതിരി ഈ ഒരു ലിമിറ്റ് ഉണ്ടാവണമെങ്കിൽ, അതായത് ഈ ഒരു ഇൻസ്റ്റന്റനിയസ് ആക്സലറേഷൻ ഒരു സമയത്ത് ഉണ്ടാവണമെങ്കിൽ, അങ്ങനെ ഇത് ഉണ്ടാവണമെങ്കിൽ ഈ dv/dt ഉണ്ടാവണം. ഈ dv/dt ഉണ്ടാവണമെങ്കിൽ ഇതിനൊരു ലിമിറ്റ് ഉണ്ടാവണം. അങ്ങനെ ലിമിറ്റ് ഉണ്ടാവണമെങ്കിൽ ഡെൽറ്റ ടി 0യിലേക്ക് പോകുന്നതിന്റെ ഒപ്പം തന്നെ ഡെൽറ്റ വിയും 0യിലേക്ക് പോകണം. അങ്ങനെ പോകുമ്പോൾ ഈ ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും അങ്ങനെ ആ 0യിലേക്ക് പോണ ഫാക്ടറിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ആ റേഷ്യോന് ഒരു ഫൈനൈറ്റ് ലിമിറ്റ് കിട്ടണത്. ഓക്കെ, അപ്പോ അവിടെ പറഞ്ഞതൊക്കെ ഇവിടെയും വാലിഡ് ആണ്, ഇവിടെയും ബാധകമാണ്. ഇനി നമുക്ക് ഞാൻ ഇവിടെ വിനെ dx/dt എന്ന് എഴുതിയിട്ടില്ലേ, ആ dx/dt ഇവിടെ വിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ ഒരു ഫോമിൽ കിട്ടും. അതായത് d/dt ഓഫ് വിനെ നമുക്ക് d/dt ഓഫ് dx/dt എന്ന് എഴുതാം. അത്രയേ ഉള്ളൂ കാര്യം. പിന്നെ ഈ ഒരു സാധനം ഉണ്ടല്ലോ, d/dt ഓഫ് dx/dt വേറൊരു നൊട്ടേഷൻ ഉപയോഗിച്ചിട്ട് ഇങ്ങനെയും എഴുതും, d²x/dt² എന്നും എഴുതും. ഓക്കെ, ഇത് ഈ d²x/dt² എന്ന് പറയുന്നത് ഇതിന്റെ ഒരു നൊട്ടേഷൻ ആണെന്ന് മനസ്സിലാക്കുക. അല്ലാണ്ട് ഡി ഒരു സാധനമാണ്, അതിനെ സ്ക്വയർ ചെയ്യാണ്. ഇവിടെ അതേമാതിരി ടി എന്ന് പറയുന്ന സാധനമാണ്, അതിനെ ടീനെ സ്ക്വയർ, അങ്ങനെയൊന്നും വിചാരിക്കാൻ പറ്റില്ല. ഈ d/dt ഓഫ് dx/dt ഒരു നൊട്ടേഷൻ ആണ് ഈ d²x/dt². അപ്പൊ അത് എങ്ങനെ കണ്ടുപിടിക്കുക? വെൽ, നമ്മൾ എക്സ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടി തന്നാലേ നമുക്ക് അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് dx/dt കണ്ടുപിടിക്കാം. അതിനെ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. dx/dt കണ്ടുപിടിച്ചാൽ നമുക്ക് വെലോസിറ്റി കിട്ടും. അതിനെ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്താലേ നമുക്ക് ആക്സലറേഷൻ കിട്ടും. അപ്പൊ ആക്സലറേഷൻ എന്ന് പറയുന്നത് പൊസിഷൻ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈമിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. അതാണ് ഇത് പറയണത്. അതായത് പൊസിഷന്റെ, അപ്പൊ ഇതിനെ സാധാരണ dx/dt ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയും. ഇങ്ങനെ d²x/dt² നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയും. ഇതൊക്കെ ഓരോ പേരുകളാണ് കേട്ടോ. അപ്പോ ആക്സലറേഷൻ ഇസ് ദി സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം. വെലോസിറ്റി ഇസ് ദി ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം. ഇനി ഞാൻ ഡിഫറൻസിയേഷനെ പറ്റി പറഞ്ഞല്ലോ. അപ്പൊ പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, dy/dxനെ ചിലപ്പോ, അതായത് ചിലപ്പോ അതിനെ നമ്മൾ y' എന്ന് റെപ്രസെന്റ് ചെയ്യും പറഞ്ഞില്ലേ. അതായത് y' എന്ന് പറഞ്ഞാൽ yന്റെ ഫംഗ്ഷൻ എന്താണോ ആ ആർഗ്യുമെന്റ് വെച്ചിട്ടുള്ള ഡെറിവേറ്റീവ് ആണ് y'. അതാണ് dy/dx. ഇനിയിപ്പോ ഈ എക്സിന് വരും ടി ആവുമുണ്ടല്ലോ, ഈ ഒരു നൊട്ടേഷൻ ചെറിയ മാറ്റം വരും. ഈ ഡാഷിന് വരും നമ്മൾ ഡോട്ട് ഉപയോഗിക്കും. അതായത് dx/dtനെ നമ്മൾ ഈ ഒരു നൊട്ടേഷൻ പ്രകാരം ഞാൻ ഇതിനെ ഞാൻ x' എന്നാണ് എഴുതേണ്ടത്. പക്ഷെ ഈ ടൈം, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ടൈം ആകുമ്പോൾ അതിനെക്കാട്ടിലും ഒരു സ്പെഷ്യൽ നൊട്ടേഷൻ ഉണ്ട്. എന്താ അറിയോ? ഈ ഡാഷ് ഇടുന്നതിന് പകരം ഇവിടെ ഒരു ഡോട്ട് ഇടും. അപ്പൊ എക്സ് ഡോട്ട് എന്ന് നിങ്ങൾ എവിടെയെങ്കിലും കണ്ട അതിന്റെ അർത്ഥം dx/dt എന്നാണ്. അതേമാതിരി d²x/dt² എന്ന്, അതായത് സെക്കൻഡ് ഡെറിവേറ്റീവിനെ കണ്ട ഇതിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും, x ഡബിൾ ഡോട്ട്.
അപ്പൊ ഇങ്ങനെ എക്സ് ഡബിൾ ഡോട്ട് എന്ന് പറഞ്ഞാൽ ഡി സ്ക്വയർഡ് എക്സ് ബൈ ഡി ടി സ്ക്വയർഡ്, എക്സ് സിംഗിൾ ഡോട്ട് എന്ന് പറഞ്ഞാൽ ഡി എക്സ് ബൈ ഡി ടി. ഓക്കെ, ശരി. അപ്പൊ നമ്മൾ ആക്സലറേഷൻ പറ്റിയിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ജോബി. അതായത് ഈ വെലോസിറ്റി പോസിറ്റീവ് ആണെങ്കിൽ പൊസിഷൻ പോസിറ്റീവ് ആവണമെന്നുണ്ടോ? പൊസിഷൻ അറിയില്ല ജെസിൻ. വെലോസിറ്റി പോസിറ്റീവ് ആവണമെങ്കിൽ ഡെൽറ്റ എക്സ് പോസിറ്റീവ് ആവണം, അതായത് ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് ആവണം. വെലോസിറ്റി പോസിറ്റീവ് ആണെങ്കിൽ ചേഞ്ച് ഇൻ പൊസിഷൻ പോസിറ്റീവ് ആവണം, ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് ആവണം. പക്ഷെ പൊസിഷൻ പോസിറ്റീവ് ആവണമെന്നൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ പൊസിഷൻ സ്റ്റാർട്ടിംഗ് പൊസിഷൻ എക്സ് ഇസ് ഇക്വൽ ടു -5 ആണെന്ന് വെക്കുക, -5 meters. എന്നിട്ട് ഇത് തന്നെ ഇനീഷ്യൽ പൊസിഷൻ. എന്നിട്ട് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് കഴിഞ്ഞപ്പോൾ ഫൈനൽ പൊസിഷൻ എക്സ് ഇസ് ഇക്വൽ ടു -2 ആണെന്ന് വെക്കുക. അപ്പൊ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് ആണ്. ഒരു കൂടുതൽ നെഗറ്റീവ് വാല്യൂ നിന്ന് കുറവ് നെഗറ്റീവ് വാല്യൂയിലേക്ക് വരുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് ആണ്, വെലോസിറ്റി പോസിറ്റീവ് ആണ്, ഈ സമയത്തിലുള്ള ആവറേജ് വെലോസിറ്റി പോസിറ്റീവ് ആണ്. പക്ഷെ പൊസിഷൻ കണ്ടില്ലേ, പൊസിഷൻ നെഗറ്റീവ് ആണ്. അപ്പൊ പൊസിഷൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് വെലോസിറ്റി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. വെലോസിറ്റി പോസിറ്റീവ് ആണെങ്കിൽ ചേഞ്ച് ഇൻ പൊസിഷൻ പോസിറ്റീവ് ആണ്, വെലോസിറ്റി നെഗറ്റീവ് ആണെങ്കിൽ ചേഞ്ച് ഇൻ പൊസിഷൻ നെഗറ്റീവ് ആണ്. അത്രേ പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് പൊസിഷൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊന്നും പറയാൻ പറ്റില്ല. അത് രണ്ടും ആവാം. പൊസിഷൻ പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. വെലോസിറ്റി പോസിറ്റീവ് ആയാലും ശരി, നെഗറ്റീവ് ആയാലും ശരി. അതുമാതിരി തന്നെ ഇവിടെയും ആക്സലറേഷൻ പോസിറ്റീവ് ആണെങ്കിൽ വെലോസിറ്റി പോസിറ്റീവ് ആവണമെന്നില്ല. ആക്സലറേഷൻ പോസിറ്റീവ് ആണെങ്കിൽ വെലോസിറ്റി പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ആക്സലറേഷൻ നെഗറ്റീവ് ആണെങ്കിലും അപ്പോഴും വെലോസിറ്റി പോസിറ്റീവ് ആവാം, വെലോസിറ്റി നെഗറ്റീവ് ആവാം. പക്ഷെ ആക്സലറേഷൻ പോസിറ്റീവ് ആണെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി പോസിറ്റീവ് ആയിരിക്കും. ആക്സലറേഷൻ നെഗറ്റീവ് ആണെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് കുറച്ചും കൂടി ഒരു എക്സാമ്പിൾ വെച്ച് കാണിക്കാൻ ഞാനിതാ ഒരു എക്സാമ്പിൾ കാണിക്കാൻ പോകണം കേട്ടോ. ഇവിടെ ഇതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിക്കും. നമ്മൾ കൊല്ലത്തിന്റെ അവസാനമാകുമ്പോൾ ഇതൊക്കെ പഠിക്കുള്ളൂ. പക്ഷെ ഇതില് ഈ ആക്സലറേഷൻ വെലോസിറ്റിയും തമ്മിലുള്ള എല്ലാ കോമ്പിനേഷനും ഈ മോഷനിൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത്. ഓക്കെ, ഇതൊരു ഓസിലേഷൻ ആണ്. ഓക്കെ, ഞാൻ ആദ്യം ഈ മോഷൻ കാണിക്കാം. ഇതുണ്ട്, ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ പോയിട്ട് ഇതാ 5ാമത്തെ പൊസിഷനിൽ വന്ന് 5 x=5 വരെ പോയിട്ട് തിരിച്ച് x=-5 വരെ വന്നിട്ട് തിരിച്ച് 0ലേക്ക് വരികയാണ്. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഞാൻ ഒരു സൈക്കിളെ കാണിക്കുള്ളൂ. അതായത് ഇവിടെ പോയി തിരിച്ച് വരാൻ മാത്രമേ കാണിക്കുള്ളൂ. ഇതിനെ അങ്ങനെ ടൈം റെസ്ട്രിക്ട് ചെയ്യാതെ വിട്ടാലുണ്ടല്ലോ ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയും. ഇതിനെപ്പറ്റി നമ്മൾ പഠിക്കാനുണ്ട്. പക്ഷെ അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ കൊല്ലം അവസാനം നമ്മൾ ഇതൊക്കെ പഠിക്കുള്ളൂ. അപ്പോൾ ഇതൊരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഒരു സിമുലേഷനാണ്. അപ്പൊ ഇവിടെ ഞാൻ ഇത് കാണിക്കാൻ കാരണം ഇവിടെ ആക്സലറേഷന്റെയും വെലോസിറ്റിയും എല്ലാ കോമ്പിനേഷനും ഉണ്ട്. ഇവിടെ ഞാനിവിടെ ഒരു ആക്സലറേഷൻ വേഴ്സസ് ടൈം ഗ്രാഫ് കാണിച്ചിട്ടുണ്ട്. ഇവിടെ വെലോസിറ്റി വേഴ്സസ് ടൈം ഗ്രാഫ് കാണിച്ചിട്ടുണ്ട്. എക്സ് വേഴ്സസ് ടി ഗ്രാഫ് കാണിച്ചിട്ടില്ല കേട്ടോ. എക്സ് വേഴ്സസ് ടി ഗ്രാഫ് കാണിച്ചിട്ടില്ല. പക്ഷെ നമ്മുടെ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, അതായത് 0 to 5th second വരെ നമ്മുടെ ആക്സലറേഷൻ നെഗറ്റീവ് ആണ് അല്ലെ, ഈ 0ന്റെ താഴെയാണ് അല്ലെ. അപ്പോ 0 to 5th second വരെ നമ്മുടെ ആക്സലറേഷൻ നെഗറ്റീവ് ആണ്. പക്ഷേ അതേ സമയത്ത് നമ്മൾ വെലോസിറ്റി ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, വെലോസിറ്റി ഇതുവരെ പോസിറ്റീവ്, അതായത് ഇവിടെ എത്രയാണ്, ഇത് 3 അല്ല, ഇത് 2.5 ആണെന്ന് തോന്നുന്നു. ഇതാണ് 3, 2, ഏകദേശം 2.5 ആണെന്നോ. 2.5 സെക്കൻഡ് വരെ വെലോസിറ്റി പോസിറ്റീവും, അത് കഴിഞ്ഞിട്ട് 2.5 സെക്കൻഡ് മുതൽ പിന്നെ ബാക്കി 5 സെക്കൻഡ് വരെ വെലോസിറ്റി നെഗറ്റീവ്. അതായത് ഈ മൊത്തം സമയത്ത് ആക്സലറേഷൻ നെഗറ്റീവ് ആണെങ്കിലും കൂടി ഇവിടെ കുറച്ച് ഭാഗം വെലോസിറ്റി പോസിറ്റീവ്, ഇവിടെ കുറച്ച് ഭാഗം വെലോസിറ്റി നെഗറ്റീവ്. അതേമാതിരി തന്നെ ഇവിടെ 5th സെക്കൻഡ് മുതൽ 10th സെക്കൻഡ് വരെ ആക്സലറേഷൻ ഫുള്ളി പോസിറ്റീവ് ആണ് അല്ലെ, ഈ 0 ലൈനിന്റെ മേലെയാണ്. പക്ഷെ ഇവിടെ 5th സെക്കൻഡ് മുതൽ 10th സെക്കൻഡ് വരെ, ഈ സമയം മുതൽ 5th സെക്കൻഡ് വരെ ഈ സമയം വരെ വെലോസിറ്റി നെഗറ്റീവ് ആണ്, 0ന്റെ താഴെ അല്ലേ. പക്ഷെ ബാക്കി സമയം വെലോസിറ്റി പോസിറ്റീവ് ആണ്. ഇവിടെ മൊത്തം സമയം 5ാമത്തെ സെക്കൻഡ് മുതൽ 10ാമത്തെ സെക്കൻഡ് വരെ മൊത്തം സമയം ആക്സലറേഷൻ പോസിറ്റീവ് ആയിട്ടും കൂടി ഇവിടെ കുറച്ച് സമയം വെലോസിറ്റി നെഗറ്റീവ്, കുറച്ച് സമയം വെലോസിറ്റി പോസിറ്റീവ്. അതേമാതിരി തന്നെ ഇവിടെ കുറച്ച് സമയം വെലോസിറ്റി പോസിറ്റീവ്, കുറച്ച് സമയം വെലോസിറ്റി നെഗറ്റീവ്. അപ്പോ വെലോസിറ്റിയും ആക്സലറേഷൻ പോസിറ്റീവ് ആണെങ്കിൽ വെലോസിറ്റി പോസിറ്റീവ് ആവണമെന്നില്ല, ചേഞ്ച് ഇൻ വെലോസിറ്റി പോസിറ്റീവ് ആവണമെന്നേ ഉള്ളൂ. ആക്സലറേഷൻ നെഗറ്റീവ് ആവണമെങ്കിൽ വെലോസിറ്റി നെഗറ്റീവ് ആവണമെന്നില്ല, ചേഞ്ച് ഇൻ വെലോസിറ്റി നെഗറ്റീവ് ആയാൽ മതി. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ ഓക്കെ, അപ്പൊ ഇവിടെ ഒന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാണ് ഇങ്ങനെ സ്പീഡിൽ പോകണം. ഇവിടെ മെല്ലെ സ്ലോ ഡൗൺ ചെയ്തു. അതായത് ആക്സലറേഷൻ ഇങ്ങനെ എന്റെ വെലോസിറ്റി കുറയ്ക്കുകയാണ്. ഇപ്പൊ ആക്സലറേഷനും വെലോസിറ്റിയും രണ്ടും ഈ ഡയറക്ഷനിൽ, അപ്പൊ സ്പീഡ് കൂടി.
പിന്നെ അതപ്പോൾ വെലോസിറ്റി കുറഞ്ഞു അപ്പോൾ കാരണം ആക്സിലറേഷൻ ഇങ്ങനെ ആയി. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിനെപ്പറ്റി എഴുതുകയാണെങ്കിലല്ല, എന്താ ഇത് ഇങ്ങടിക്ക് വരുമ്പോൾ എ, അതായത് ഇതിന്റെ റൈറ്റിലേക്ക് പോകുമ്പോൾ എ വന്നിട്ട് നെഗറ്റീവും വി വന്നിട്ട് പോസിറ്റീവാണ്. തിരിച്ച് ഇവിടുന്ന് വരുമ്പോൾ എ വന്നിട്ട് നെഗറ്റീവും വിയും നെഗറ്റീവാണ്. ഇനി ഇവിടെ ഇത് ഇങ്ങടിക്ക് പോകുമ്പോണ്ടല്ലോ, എ വന്നിട്ട് പോസിറ്റീവും, അതായത് എ റൈറ്റ് സൈഡിലേക്ക് പോയാണ്, വി വന്നിട്ട് നെഗറ്റീവാണ്. പിന്നെ ഈ പാർട്ടിക്കിൾ തിരിച്ചു വരുമ്പോണ്ടല്ലോ, എ വന്നിട്ട് പോസിറ്റീവും വിയും പോസിറ്റീവ് ആവണം. അപ്പോ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കൂ, എവിടെയൊക്കെയാണ് ആക്സിലറേഷനും വെലോസിറ്റിയും ഓപ്പോസിറ്റ് ആവണത് അവിടെയൊക്കെ നമ്മുടെ പാർട്ടിക്കിൾ സ്ലോ ഡൗൺ ചെയ്യും. എവിടെയൊക്കെയാണോ ആക്സിലറേഷനും വെലോസിറ്റിയും ഓപ്പോസിറ്റ് ആയിരിക്കുന്നത്, അതായത് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്, ഇല്ലെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ്, ഇത് രണ്ട് കോമ്പിനേഷനിലേ പറ്റുള്ളൂ. അപ്പോൾ എവിടെയൊക്കെയാണ് ആക്സിലറേഷനും വെലോസിറ്റിയും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയിന്റ് ചെയ്യുന്നത്, നമ്മുടെ പാർട്ടിക്കിൾ സ്ലോ ഡൗൺ ചെയ്യും. ഓക്കെ, സ്ലോ ഡൗൺ ചെയ്യുന്നുണ്ടോ? സ്ലോ ഡൗൺ ചെയ്തു. തിരിച്ചു വരുമ്പോൾ ആക്സലറേഷൻ നെഗറ്റീവ്, വെലോസിറ്റി നെഗറ്റീവ്, സ്പീഡ് കൂടി. പിന്നെ ഇങ്ങടിക്ക് ഈ സീറോന്റെ ഇവിടെ കടന്നപ്പോൾ ആക്സലറേഷൻ പോസിറ്റീവായി, ആക്സലറേഷൻ ഇങ്ങടിക്ക് വലിക്കാൻ തുടങ്ങി, വെലോസിറ്റി നെഗറ്റീവ്, അപ്പോൾ സ്ലോ ഡൗൺ ചെയ്തു. അപ്പോൾ പിന്നെ സ്പീഡ് കൂടി ഉണ്ടോ? അപ്പോൾ എവിടേക്കാണോ ആക്സലറേഷൻ വെലോസിറ്റിയും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാവണം അവിടേക്കാണ് സ്പീഡ് കുറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. എന്തായിരുന്നു അറിയോ? അത് ഇൻസ്റ്റന്റേനിയസ് സ്പീഡിനെ പറ്റിയായിരുന്നു. അത് ഞാനെ പറ്റിയിട്ട് പറഞ്ഞില്ല. ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഇറ്റ് ഇസ് നത്തിങ് ബട്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻസ്റ്റന്റേനിയസ്, ഞാനത് ഫുള്ളായിട്ട് എഴുതുന്നില്ല, വെലോസിറ്റി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്പീഡോമീറ്ററിൽ കാണുന്നത് ഇൻസ്റ്റന്റേനിയസ് സ്പീഡാണ്. കാരണം നമ്മുടെ സ്പീഡോമീറ്ററിൽ കാറിന്റെ ഡയറക്ഷൻ ഒന്നും കാണിക്കില്ലല്ലോ, അതിന്റെ മാഗ്നിറ്റ്യൂഡ് അല്ലേ കാണിക്കുന്നത്. അപ്പൊ സ്പീഡോമീറ്ററിൽ ഞാൻ പറഞ്ഞല്ലോ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കാണണമെങ്കിൽ സ്പീഡോമീറ്ററിൽ നോക്കിയാൽ മതി പറഞ്ഞല്ലോ. പക്ഷെ അത് ശരിക്കും കാണിക്കുന്നത് ഇൻസ്റ്റന്റേനിയസ് സ്പീഡാണ്. ഇത് നിങ്ങൾ മറ്റേ ആവറേജ് വെലോസിറ്റിന്റെ സ്പീഡും ആവറേജ് വെലോസിറ്റിന്റെ മാഗ്നിറ്റ്യൂഡും ആവറേജ് സ്പീഡും തമ്മിൽ കമ്പയർ ചെയ്യണം. നമ്മൾ അവിടെ പറഞ്ഞു ആവറേജ് വെലോസിറ്റിന്റെ മാഗ്നിറ്റ്യൂഡ് അല്ല ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞു. കാരണം ആവറേജ് സ്പീഡ് മെഷർ ചെയ്യുന്നത് ഡിസ്പ്ലേസ്മെന്റ് വെച്ചിട്ടല്ല, ഡിസ്റ്റൻസ് വെച്ചിട്ടാണ്. അപ്പൊ അവിടെ ആവറേജ് വെലോസിറ്റിന്റെ മാഗ്നിറ്റ്യൂഡ് ആവറേജ് സ്പീഡ് അല്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് പറയുന്നത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിന്റെ മാഗ്നിറ്റ്യൂഡ് ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ സ്പീഡോമീറ്ററിൽ കാണുന്നത് ശരിക്കും പറയാൻ ഇൻസ്റ്റന്റേനിയസ് സ്പീഡാണ്. കാരണം സ്പീഡോമീറ്ററിൽ ഡയറക്ഷൻ കാണിക്കില്ല, മാഗ്നിറ്റ്യൂഡേ കാണിക്കുള്ളൂ. അപ്പോ ഇവിടെ ഞാനിത് പറയാൻ കാരണം, സ്പീഡ് കുറയണമെങ്കിൽ ആക്സിലറേഷനും വെലോസിറ്റിയും ഓപ്പോസിറ്റ് ആയിരിക്കണം. ഇഫ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് ഡിക്രീസസ്, acceleration and velocity are opposite to each other. Opposite in direction കേട്ടോ. കാരണം ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. ഓക്കെ, അത് ഞാൻ വേണമെങ്കിൽ ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ ടു ഈച്ച് അതർ. നമ്മളിപ്പോഴും റെക്റ്റിലിനിയർ മോഷനാണ് ചെയ്യണമെന്നൊക്കെ ഓർമ്മിക്കുക കേട്ടോ. അല്ലെങ്കിൽ ആക്സലറേഷനും വെലോസിറ്റിയും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ ആക്സലറേഷൻ നെഗറ്റീവ് ആയാലും ശരി പോസിറ്റീവ് ആയാലും ശരി സ്പീഡ് കൂടും. ഇതവിടെ അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇതപ്പോൾ ഇവിടെ ഇത് തിരിച്ചു വരുമ്പോഴുണ്ടല്ലോ, ഇതിപ്പോ സ്പീഡ് കുറഞ്ഞു കാരണം ആക്സലറേഷൻ ലെഫ്റ്റിലേക്ക്, വെലോസിറ്റി പുറത്തേക്ക്. ഇവിടെ തിരിച്ചു വരുമ്പോൾ ആക്സലറേഷൻ നെഗറ്റീവ് ആണ് കാരണം ലെഫ്റ്റിലേക്ക് പോയിന്റ് ചെയ്യുന്നത്, വെലോസിറ്റി നെഗറ്റീവ് ആണ്, അപ്പൊ സ്പീഡ് കൂടുകയാണ്. ഇവിടെ ആയാലോ വെലോസിറ്റി നെഗറ്റീവ് ആണ് പക്ഷെ ആക്സലറേഷൻ പോസിറ്റീവ് ആണ്, അത് സ്പീഡ് കുറഞ്ഞു. അപ്പൊ എവിടെയൊക്കെ ആക്സലറേഷനും വെലോസിറ്റിയും ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ ആണോ അവിടെയൊക്കെ സ്പീഡ് കുറയും. അപ്പോൾ ആക്സലറേഷൻ നെഗറ്റീവ് ആയതുകൊണ്ട് സ്പീഡ് കുറയണമെന്നൊന്നും വിചാരിക്കണ്ട. ആക്സലറേഷൻ പോസിറ്റീവ് ആക്സലറേഷൻ മാത്രമേ സ്പീഡ് കൂട്ടുള്ളൂ, അതൊന്നും ഒരു കണക്ഷനും ഇല്ല കേട്ടോ. ഇനി ഒരു ഡീസലറേഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്.
അതിപ്പോൾ അധികം ആൾക്കാർ അതിനെപ്പറ്റി സംസാരിക്കില്ല. ആക്സലറേഷൻ എന്ന് മാത്രമേ പറയാറുള്ളൂ. ഡീസലറേഷൻ ഡീസലറേഷൻ ഇപ്പോൾ ഉപയോഗിക്കാത്ത കാരണം എന്താ അറിയോ? അതൊരു കൺഫ്യൂസിങ് ടേമാണ്. ഡീസലറേഷൻ പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് ആക്സലറേഷൻ ആണോ അതോ സ്പീഡ് കുറയുന്ന സിറ്റുവേഷൻ ആണോ? ഒട്ടുമിക്കവാറും ഡീസലറേഷൻ ഉപയോഗിക്കുന്നത് സ്പീഡ് കുറയുമ്പോഴുള്ള കാര്യത്തിനെ പറ്റി പറയാനാണ്. ഓക്കെ, പക്ഷെ ഇപ്പോൾ അധികം ഡീസലറേഷൻ എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കാറില്ല, ആക്സലറേഷൻ എന്നേ പറയാറുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത് മനസ്സിലാക്കുക, ആക്സലറേഷൻ നെഗറ്റീവ് ആയാലും സ്പീഡ് കുറയൊന്നുമില്ല. ആക്സലറേഷനും വെലോസിറ്റിയും ഓപ്പോസിറ്റ് ആയാലും മാത്രമേ സ്പീഡ് കുറയുള്ളൂ. അപ്പോൾ ആക്സലറേഷൻ പോസിറ്റീവ് ആയാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി പോസിറ്റീവ് ആണ്, ആക്സലറേഷൻ നെഗറ്റീവ് ആയാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി നെഗറ്റീവ് ആണ്. അത്രയേ ഉള്ളൂ, വേറെ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് നമുക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഒരു കോൺസ്റ്റന്റ് ആക്സലറേഷനെ പറ്റിയിട്ടാണ് നമ്മൾ കൂടുതലും പറയാൻ പോകുന്നത്. ആ കോൺസ്റ്റന്റ് ആക്സലറേഷൻ വെച്ചിട്ട് നമ്മൾ ഇക്വേഷൻസ് ഓഫ് കൈനമാറ്റിക്സ് നമ്മൾ ഡിറൈവ് ചെയ്യും. ഓക്കെ, പക്ഷെ അതിന്റെ അർത്ഥം നമ്മൾ എപ്പോഴും കോൺസ്റ്റന്റ് ആക്സലറേഷനെ വെച്ചിട്ടേ ഡീൽ ചെയ്യുള്ളൂന്നൊന്നുമില്ല. ഈ ഇക്വേഷൻസ് ഓഫ് കൈനമാറ്റിക്സ് കോൺസ്റ്റന്റ് ആക്സലറേഷന്റെ സിറ്റുവേഷനിലാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ നമ്മുടെ ഈ 11th and 12th കൂടെ തന്നെ നമ്മൾ കോൺസ്റ്റന്റ് ആക്സലറേഷൻ സിറ്റുവേഷൻസ് മാത്രമല്ല നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ വീഡിയോ നിർത്താം. അടുത്ത വീഡിയോയിൽ നമുക്ക് കൈനമാറ്റിക്സിന്റെ ഇക്വേഷൻസിനെ പറ്റി സംസാരിക്കാൻ തുടങ്ങാം. ഓക്കെ, ശരി.